ഇന്നൊരു ഹൃദയത്തിൻ അയ്യോ അത് വേണ്ട പാടണ്ട. Krishna's color key. Let's talk, let's chat, and let's enjoy. എല്ലാവർക്കും നമസ്കാരം. ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ലേ ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് നല്ലത്. ചിരിയെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ നല്ലപോലെ ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അതായത് ചിരിക്കുന്ന രാജ്യമൊന്നുമല്ല, ചിരിക്കുന്ന ആളുകളുള്ള രാജ്യം. അപ്പോൾ ചിരിക്കാത്ത രാജ്യത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു എപ്പിസോഡിൽ പറഞ്ഞു. ചിരിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. നമുക്ക് യാത്രയെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണെന്ന്. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണും, പല വേ ഓഫ് ലിവിങ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പുഞ്ചിരിക്കുന്ന നാട്ടുകാരുള്ള രാജ്യത്തെക്കുറിച്ച്. സ്വിറ്റ്സർലാൻഡ് മനോഹരമായ ഒരു രാജ്യം. ഇത്രയും ബ്യൂട്ടിഫുൾ രാജ്യം എനിക്ക് തോന്നുന്നു വേറെ ഒരിടത്തും ഉണ്ടാവും തോന്നണില്ല. അത്രയും മനോഹരമാണ്. അവരുടെ ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്, അവിടെ ബെഞ്ചുണ്ട് കേട്ടോ, മിക്ക സ്ഥലത്തും ഇരിക്കാൻ ബെഞ്ച് ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ഏത് ഡയമെൻഷനിൽ നോക്കിയാലും വേണം, ഏത് ആംഗിളിൽ നോക്കിയാലും നല്ല ഫ്രെയിംസ് കിട്ടും. അത്രയും പിക്ചറസ്ക്യൂ ആയിട്ടുള്ള പ്ലേസാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്തൊന്നും പോകണ്ട. ഞങ്ങൾ ഇത് പ്ലേസ് എനിക്ക് അത്ര ഓർമ്മയില്ല, ഞങ്ങൾ ടെറസ് എന്നുള്ള സ്ഥലത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹൈ മൗണ്ടൻ്റെ സ്ഥലത്താണ്. അവിടെ പോയിട്ട് പീക്ക് മൗണ്ടൻസ് ഉള്ള സ്ഥലത്ത് അവിടെ പോയി ലൂസാണെന്ന് തോന്നുന്നു. ഞാൻ പല സ്ഥലവും മറന്നുപോയി ആക്ച്വലി. ഇപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. ഈ പ്ലേസസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റായിട്ട് പറയാമായിരുന്നു. എൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു, എല്ലാം എഴുതി വെച്ചിരുന്നത്. അതൊക്കെ ഞങ്ങളിങ്ങനെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പല സ്ഥലത്ത് താമസിക്കുമ്പോഴത്തേക്കും അതൊക്കെ പോകുന്ന വഴിയിൽ അങ്ങനെ പലതും പോയി. അപ്പോൾ ഇയേഴ്സ് കഴിഞ്ഞാലേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് കളഞ്ഞു. ഇപ്പോൾ ഞാൻ മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ മെമ്മറൈസ് ചെയ്ത് പറയാം അതെന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആണ്, പാടങ്ങളായിരിക്കും. അടുത്ത സൈഡ് നോക്കുക കുറച്ച് വെള്ളച്ചാട്ടം പോലെ കാണാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഐസ് മൗണ്ടൻസിനെ കാണാൻ പറ്റും കുറേ ദൂരെയായിട്ട്. പിന്നെ കുറേ ഫീൽഡിൽ ഈ പശുക്കൾ നെയ്യുന്നത് കാണാം. പിന്നെ പട്ടീനെയും കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് നടന്നു പോകുന്നുണ്ടാവും. ബ്യൂട്ടിഫുൾ. പിന്നെ വീടുകൾ തന്നെ അതൊരു പ്രത്യേക രീതിയിലാണ്. എല്ലാ വീടും ഒരുപോലെ തന്നെയാണ്, വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ വീടിൻ്റെ മുന്നിൽ ഫ്ലവർ പോട്ട്സൊക്കെ വെച്ചിട്ട് അതിനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ. നമുക്ക് തന്നെ അവിടെ പോയി താമസിക്കണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തുകൊണ്ട് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കുകയാണെങ്കിൽ കെൻ ഐ നോ വേർ ഇസ് ദിസ് പ്ലേസ് ആൻഡ് വിച്ച് ട്രെയിൻ വി ഹാവ് ടു ടേക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, അവരപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര വെൽക്കമിങ് ആണ് അവർ. സോ നോ മാം, ദിസ് ഇസ് സ്ട്രോങ് പ്ലേസ്, യു ആർ സ്റ്റാൻഡിങ്, യു ആർ ടു ഗോ ടു ഇതെല്ലാം കൃത്യമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും. അവർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുകയും ചെയ്യും. എല്ലാം സ്മൈലോടെ അവർ സംസാരിക്കത്തുള്ളൂ. അപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം നടന്ന് വന്നിരുമ്പോൾ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ആ ടൈമിന് ചെന്നപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെയൊക്കെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് മാറിയാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ വന്ന് കറക്റ്റ് ശരിക്കും ഓടി നടന്നെത്തിയപ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ് കണ്ട്. അപ്പം പിന്നെ നമുക്ക് ആഫ്റ്റർ 30 മിനിറ്റ്സ് ഉള്ളു. അപ്പോൾ ആ 30 മിനിറ്റ്സ് ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു, അവിടെ ബെഞ്ചുണ്ട് ഇരുന്നു. അപ്പോഴത്തേക്കും ഒരു എൽഡർലി ഒരു ലേഡി ചിരിച്ചോട് നടന്നു. ഞങ്ങൾക്ക് തന്നെ ഞാനും ഹസ്ബൻഡ് ദർശനമുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈശ്വര നമ്മളെ തന്നെയാണോ ചിരിക്കുന്നത്, നമ്മളെ പരിചയമുണ്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അവർ യെസ് ഇറ്റ്സ് യു, ഐ യു ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ നടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര വെൽക്കം ചെയ്തുകൊണ്ട് അവർ നടന്നു വന്ന് നമ്മളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ക്വാളിറ്റി. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ യു വിൽ ബി സോ ഹാപ്പി. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരുടെ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ആ ലേഡി പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ അവർ 3 ദിവസമായിട്ട് വേറെ ബേസിൽ എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ പോയി. അപ്പോൾ ഫ്രണ്ടിനെ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നു. അപ്പം ഞാനിപ്പോൾ വരുന്നേ ഉള്ളൂ, വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻ്റെ പുതിയ നെയ്ബേഴ്സ് ആയിരിക്കും, അതോ ടൂറിസ്റ്റ് ആണെന്നൊരു ഡൗട്ട് തോന്നി ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ്
ഒത്തിരി കാര്യം സംസാരിച്ച് ഒരു അരമണിക്കൂർ ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അയ്യോ നമ്മളിവിടുത്തെ സ്വിറ്റ്സർലാൻഡ് ഉള്ള ഒരു ഫീല്, അതായത് നമ്മളും അവിടുത്തെ ഒരു റെസിഡൻ്റാന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നി. അപ്പോൾ അത്ര നല്ല വെൽക്കമിങ് ആണ്. ഇത് അവിടെ മാത്രമല്ല, എല്ലാ സ്വിറ്റ്സർലാൻഡിൽ ഏത് പ്ലേസിൽ പോയാലും നിങ്ങൾക്ക് നല്ല വെൽക്കമിങ് കിട്ടും. പിന്നെ സ്വിറ്റ്സർലാൻഡാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ടു സീ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, ദർശൻ ചോദിക്കും, നിനക്ക് സ്വിറ്റ്സർലാൻഡിലാണോ, ഇപ്പം സ്വിറ്റ്സർലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നത് തന്നെ പിന്നെ അവിടെ ഒളിച്ച് താമസിക്കാൻ തോന്നും. കാര്യം അതിന് വേറെ ഒരിടം പോകണമെന്ന് തോന്നുന്നില്ല, അവിടെ തന്നെ താമസിച്ച് മരിച്ചാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെ അപ്പോൾ എന്നോട് അങ്ങനെ കാര്യം തോന്നിയോ? ഞാൻ പറഞ്ഞു സ്വിറ്റ്സർലാൻഡിൽ അത് വെച്ചുമ്പോൾ എനിക്ക് ഓസ്ട്രിയ ഒരു വേറൊരു മൂഡാണ്, വേറൊരു ഫീലാണ്. ഓസ്ട്രിയ എനിക്ക് കുറച്ച് കാര്യം എല്ലായിടും ഗാർഡനൊക്കെ ഫിക്സ് ചെയ്തിട്ട്, മറ്റൊന്ന് ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് സ്വിറ്റ്സർലാൻഡ്. പക്ഷെ ഇത് തന്നെ അവർ തന്നെ എല്ലായിടും ബ്യൂട്ടിഫൈ ചെയ്ത് വെച്ചേക്കാണ്. ഒരു പൊടിയോ അഴുക്കോ ഒന്നും കാണത്തില്ല. പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടിയും ഒരേപോലെ ആയിരിക്കും. പക്ഷെ അതൊരു വേറെ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എനിക്ക് ഓസ്ട്രിയയും കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്തു. രണ്ടും നമുക്കൊരു എന്താ പറയുക ചോയ്സ് ഇല്ല അല്ലേ, നമുക്ക് ഏതെടുക്കണം എന്നുള്ള ചോയ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഓസ്ട്രിയ കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ സ്വിറ്റ്സർലാൻഡാണ് ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്, ആളുകളും നല്ലത്. ഇനി നമുക്ക് എപ്പിസോഡ് 26 ഞാൻ ചോദിച്ച ചോദ്യം, ഇന്ദ്രനീലിമയോലും അപ്പോൾ വൈശാലി മൂവിയിലെയാണ്. അത് ഇന്ദ്രനീലിമ എന്താണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ മീനിങ് കടും നീല നിറമുള്ള കണ്ണുകളുള്ള എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നായികയെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ടാണത്. അപ്പോൾ അത് പറഞ്ഞേക്കുന്ന ബിജു ആണ്. കൺഗ്രാജുലേഷൻ ബിജു. ഞാൻ പറഞ്ഞ് തളർന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എപ്പിസോഡ് 27 നമുക്ക് ഒന്ന് അതിൻ്റെ ഉത്തരം കൂടെ നോക്കാം. അത് കാരണം തന്നെ സെയിം സോങ് ആണല്ലോ, ഇന്ദ്രനീലിമയോലും എന്ന സോങ്ങിൻ്റെ പിന്നെ വരുന്ന വരികളുടെയാണ് ഞാൻ ചോദിച്ചത്. ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാ ഗ്രഹത്തിൽ പൊന്മുളം തണ്ട് മൂളി നീ ഇരിപ്പു. ഞാൻ പാടി എത്ര ഭംഗിയുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ പാടാത്ത. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചത് കുന്തലത എന്താണെന്ന്. ഈ കുന്തലത എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആരെങ്കിലും എഴുതിയില്ലേ? പക്ഷേ കേൾക്കാൻ രസമല്ലേ? എപ്പിസോഡ് 27 ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞു പോകാം നമുക്ക്. ഇന്നൊരു ഹൃദയത്തിൻ അത് കാരണമുണ്ട്, ഇന്ദ്രനീലിമയോലും എന്നുള്ള ആ സോങ്ങിൻ്റെ തന്നെ വരികളായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാഗ്രഹത്തിൽ പൊന്മുളം തണ്ട് മൂളി നീ ഇരിപ്പു, ഇതാണ്. അപ്പോൾ കുന്തലത, ഇപ്പോഴത്തെ ആർക്കെങ്കിലും കുന്തലത എന്താണെന്ന് അറിയും അല്ലേ? അപ്പോൾ കുന്തലത എന്ന് പറഞ്ഞാൽ മുല്ലവള്ളി എന്നാണ് പറയുന്നത്. മുല്ലപ്പൂര് കുന്തം എന്ന് പറഞ്ഞാൽ മുല്ലയാണ് ഉദ്ദേശിക്കുന്നത്, കുന്തലത. അപ്പം ലതയെ വള്ളിച്ചെടി എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പം മുല്ലവള്ളിനെയാണ് കുന്തലത. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാ ഗൃഹത്തിൽ, അതായത് മുല്ലവള്ളികൾ ചേർന്ന ഒരു ഗൃഹത്തിൽ പൊന്മുളം തണ്ട് മൂളി. പൊന്മുളം തണ്ട് എന്താണ്? ആണ് പൊന്മുളം തണ്ട്, അതായത് ഓടക്കുഴൽ. പൊന്മുളം തണ്ട് മൂളി നീ ഇരിപ്പു. അപ്പോൾ അത് അങ്ങനെ അത് മൂളിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര മനോഹരമായ വരികളല്ലേ! ഇങ്ങനെ ആരും എഴുതുന്നുണ്ടാവില്ല. നമ്മളിതിപ്പോൾ പഴയ കാലത്തിലുള്ള വരികൾ കേട്ടാണ് എന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതല്ലേ പാട്ടെന്ന് തന്നെ. അപ്പോൾ ഇതും ഡോക്ടർ ബിജു ബാംഗ്ലൂരാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഓക്കെ, ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.